ശരിക്കും ഇതെല്ലാവരും ഒന്ന് കാണണം എന്ന് വിചാരിച്ച് ഞാൻ എടുത്തൊരു വീടാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ആശ്രമ മൈതാനത്ത് മിനിഞ്ഞ രാത്രി 10 മണിക്ക് നടന്ന സംഭവമാണ്. ഒരു ചെറിയൊരു ആക്സിഡൻ്റ് അല്ല, നല്ലൊരു ആക്സിഡൻ്റാണ് അവിടെ നടന്നത്. ഒരാളെ ജീവൻ വരെ പോയി ആ ഒരു ആക്സിഡൻറ്റിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓട്ടിക്കുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓട്ടിക്കുക, രാത്രിയിൽ വേഗത കുറച്ച് തന്നെ വണ്ടി ഓട്ടിക്കുക. ഒരിക്കലും ഓവർടേക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഉണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് ഓവർടേക്ക് ചെയ്യുക. ഇതങ്ങനെ ഓവർടേക്ക് ചെയ്തപ്പം ബൈക്കാരനെ ഇടിച്ച് തെറിപ്പിച്ചതാണ്. എന്തായാലും പുള്ളി ഒരു അധ്യാപകനായിരുന്നു, പുള്ളി മരിച്ചു. അപ്പം സത്യം പറയല്ലോ, നമ്മളെ കാരണം വേറൊരാളെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമുള്ള കാര്യമാണ്. അത് ഇമ്മീഡിയറ്റായിട്ട് ഒരു കേസ് പോകുന്ന കാര്യമാണ്. ഒരാളെ ജീവനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നോക്കി കണ്ട് ഓടിക്കുക. സത്യം പറഞ്ഞാൽ ആ കാറിൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഷോക്കാണ്. ഞാൻ ആദ്യം വെച്ച് വണ്ടി വല്ലതും ഇടിച്ച് വന്ന് നിൽക്കുകയല്ലായിരിക്കും വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത്, പിന്നോട്ട് നടന്ന് ചെന്നപ്പോഴാണ് വണ്ടിയുടെയും ബൈക്കിൻ്റെയൊക്കെ അവസ്ഥ കണ്ടപ്പോഴാണ് മനസ്സിലായത് നല്ലൊരു ആക്സിഡൻ്റ് ആണ് അവിടെ നടന്നതെന്ന്. അപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ സേഫായിട്ടും എന്താ പറയുക ശ്രദ്ധയോടെ ഓടിക്കുക. കാരണം ഒരാളെ ജീവൻ നമ്മൾ എടുക്കാതിരിക്കാനാണ് ഏറ്റവും നമ്മൾ ശ്രമിക്കുക. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഓടിക്കാൻ ശ്രമിക്കുക. കാരണം ഈ കാറിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ അറിയാൻ പറ്റും എന്തുമാത്രം രീതിയിലാണ് അമ്മമാർ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതെന്ന്. എന്തായാലും കാറിൽ നിന്ന് രണ്ടോമാർ ഇറങ്ങി ഓടി, ഒരുത്തൻ പോലീസിനെ പിടിച്ചെന്നൊക്കെ പറയുന്നത്. സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അയാൾ അധ്യാപകനാണ് മരിച്ചത്. കഷ്ടം, അയാളെ ജീവനൊരു പുല്ല് വിലയല്ലേ അവന്മാർ കൊടുത്തത്. കാറ് ഇടിച്ചു കിടക്കുന്നുണ്ടോ? കാറിന്റെ ടയറെല്ലാം ഇവിടെ ബൈക്ക് പോയി. അയാള് മരിച്ചു. അതൊരു സാറായിരുന്നു, പട്ടത്താനൊക്കെ അങ്ങോട്ടുള്ളൊരു മാസ്റ്റർ ബൈക്കിൽ വന്ന് ഇത് ഓവർടേക്ക് ചെയ്താന്ന് പറയുന്നു. കാറ് ഓവർടേക്ക് ചെയ്തപ്പോ ഈ ബൈക്ക് നല്ല സ്പീഡിന് പോയതല്ലേ, ആ ബൈക്കൊക്കെ ഒന്ന് ഇടിച്ച് അന്നേരെ ബൈക്കുകാർ അന്നേരെ കാറ്റ് പോയാണ്. കാറില് അവരെ രക്ഷപ്പെട്ടു. അപ്പൊ യങ്സ്റ്റേഴ്സായിട്ട് പിള്ളേരായിരുന്നു. ഒന്നും അറിയാൻ വയ്യ. ഇന്നലെ രാത്രി 10 മണി കിടന്നായിരുന്നു. വരൂലല്ലോ. 10:30 ആയി.